നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നമ്മളൊരു സോളാർ പാനൽ ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത വേർഷൻ അല്ലെങ്കിൽ ഇതിനെക്കഴിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്നത്തേക്ക് വരും? ഒരു വർഷം കഴിയുമ്പോഴാണോ, 2 വർഷം കഴിയുമ്പോഴാണോ, എപ്പോൾ വരും? നമ്മളുടെ ഈ പാനലിനെ തോൽപ്പിക്കുമോ? നമ്മുടെ പാനൽ ഇപ്പോൾ ഒരു 20-22% എഫിഷ്യൻസി ആണെങ്കിൽ അടുത്ത ദിവസം വരുന്ന പാനലുകൾക്ക് 35, 40, 50 ഒക്കെ ശതമാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാനൽ മേടിച്ച് നമുക്ക് വെറുതെ ആവില്ല എന്നുള്ളൊരു തോന്നൽ പല ആളുകൾക്കും വരുന്നൊരു കാര്യം. എന്നോട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് ഇപ്പോൾ നമ്മളൊരു പാനൽ മേടിച്ചാൽ എത്ര നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്കത് അപ്ഡേറ്റ് ആയി പോകും, അല്ലെങ്കിൽ നമുക്കത് മേടിച്ച് നഷ്ടം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തോന്നുന്നൊരു കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒത്തിരി ആൾക്കാരോട് ചോദിക്കാറുണ്ട്. നമ്മളിപ്പം പാനൽ മേടിക്കാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും പുതിയ ടെക്നോളജികൾ ഇനി വരാനായിട്ടുണ്ടോ, വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ എടുത്തത് നമുക്കിട്ട് പണി കിട്ടില്ല എന്നൊക്കെയുള്ളൊരു കാര്യം എല്ലാവർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ ഒന്നാമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ഞാനിതിന് മുമ്പൊരു വീഡിയോ ചെയ്തതാണ്. മോണോപ്പർക്ക്, പോളി, ടോപ്പ് കോൺ, HJT എല്ലാ പാനലിൻ്റെയും കൂടെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തതാണ്. അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അതൊന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നില്ല. മറിച്ച് ഇനി വരാനിരിക്കുന്ന ടെക്നോളജിയെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളിതിനകത്ത് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മോണോ, പോളി, പെർക്ക് ടെക്നോളജി, അതിന് ടോപ്പ് കോൺ, HJT ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് മോണോയും പോളിയും ഏകദേശം ഇപ്പം അധികം ചെറിയ പാനലുകൾ മോണോയും പോളിയും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വലിയ പാനലുകളൊന്നും മോണോയും പോളിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് പെർക്ക് ടെക്നോളജിയിലുള്ളതും ടോപ്പ് കോണും HJT ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. അതിനകത്ത് പെർക്ക് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 22% ഒക്കെ എഫിഷ്യൻസി അത്രയൊക്കെ മാക്സിമമാണ് അതിനകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ ടോപ്പ് കോണിലോട്ട് വന്നപ്പം, അതായത് പെർക്ക് കഴിഞ്ഞിട്ട് വന്ന് ഇപ്പം നമ്മൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ബാഗിലിരിക്കുന്ന ഈ പാനലൊക്കെ ഇതൊക്കെയാണ് ടോപ്പ് കോൺ ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന പാനൽ. ഇതിനൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എഫിഷ്യൻസി ഒരു 23%. അതായത് നമ്മൾ 28% എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ കമ്പനികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു ലാബ് ലെവലിലുള്ള സംഭവമാണ്. ലാബോറട്ടറിയിൽ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ലാബോറട്ടറിയിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ചില ടെസ്റ്റ് കണ്ടീഷനിൽ അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടാണ് അതൊക്കെ പറയുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഒത്തിരി എണ്ണം നമ്മളിത് നിർമ്മിക്കുമ്പോഴും നമുക്കിനി എഫിഷ്യൻസിയിൽ കുറവ് വരും. നമ്മളത് ചെക്ക് ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസിയിൽ നിന്ന് കുറച്ച് താഴോട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 20-22%, 21-22% ഒക്കെയാണ് നമുക്കിപ്പോൾ ടോപ്പ് കോൺ ടെക്നോളജിക്കാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോണോപെർക്ക് ടെക്നോളജി, അതായത് മുമ്പ് ഉണ്ടായിരുന്ന ഹാഫ് കട്ട്, ബൈപാസ്, ഇതെല്ലാം അങ്ങനെയുള്ള പാനലുകൾ തന്നെയാണ്. അതിനകത്ത് ഈ മോണോപെർക്ക് ടെക്നോളജിയിൽ നിന്നും നമ്മൾ ഈ ടോപ്പ് കോണിലോട്ട് വന്നപ്പോൾ ഏകദേശം ഒരു 1% ആണ് നമുക്ക് ശരിക്കും വേണ്ടി എഫിഷ്യൻസി കൂട്ടാനായിട്ട് ശരിക്കും സഹായിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം അടുത്ത ടെക്നോളജി ആയിട്ട് നമ്മൾ വന്നിരിക്കുന്ന ഈ HJT, ഹെട്രോ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജിയോട് നമ്മൾ വന്നു കഴിയുമ്പോൾ കൂട്ടാനായിട്ട് സാധിച്ചു ഒരു 0.5% ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 24% ടോപ്പ് കോണിനുണ്ടെങ്കിൽ ഈ HJTക്കും ഏകദേശം 24% തന്നെ ഉള്ളൂ. ഇവർ രണ്ടുപേരുമാണ് ഇപ്പം വിപണി കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ. അതായത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതും ഇപ്പോൾ നിലവിലുള്ളതും ടോപ്പ് കോണാണ്. HJT അതിനോടൊപ്പം തന്നെ നിന്ന് പതുക്കെ സെയിലായി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു റെസെൻറ്റ് കണ്ടീഷനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾക്കൊന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 24 തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും ഏകദേശം ഒരു എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ കിട്ടുന്നത്. 28 എന്നൊക്കെ പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ മറ്റേ രീതിയിലാണ്. അപ്പോൾ 24 എന്നുള്ള രീതി നിൽക്കുമ്പം ഇവർ രണ്ടും തമ്മിൽ, അതായത് ടോപ്പ് കോൺ HJT തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ HJT പാനലുകൾക്ക് ഒരു നല്ല ഹീറ്റുള്ള കാലാവസ്ഥയിൽ, അതായത് നമുക്ക് ഈ നമ്മുടെ പാനൽ നല്ലപോലെ ചൂടായിരിക്കുകയാണെങ്കിൽ ഈ എഫിഷ്യൻസി കുറച്ച് കുറഞ്ഞു പോകും. നമുക്ക് നല്ല തണുത്തിരിക്കുന്ന സമയത്ത് വെയിലടിക്കുന്ന അതേ വെയിൽ തന്നെ നല്ല ചൂടായി പാനൽ നിൽക്കുന്ന സമയത്ത് നല്ല വെയിൽ, ഉച്ചവെയിലൊക്കെ നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാനൽ മൊത്തത്തോടെ ചൂടാവുമല്ലോ. അങ്ങനെ ചൂടായിരിക്കുന്ന സമയത്ത് പാനലിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കിട്ടുന്നതിനെ കഴിഞ്ഞും കുറച്ച് എഫിഷ്യൻസി കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ 50 ആമ്പിയർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, 40 ആമ്പിയർ നമുക്ക് കിട്ടത്തുള്ളൂ ചൂടായി നിൽക്കുകയാണെങ്കിൽ. അതാണ് ഇതിനകത്തുള്ളൊരു ചെറിയൊരു പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് കുറച്ചും കൂടി HJT മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് കോണിനെയും പെർക്കിനെയും അപേക്ഷിച്ച് ഒരല്പം കൂടി ചൂട് കൂടിയാലും അതിനുള്ള ഔട്ട്പുട്ട് ശകലം അത്രയും കുറയും. പക്ഷേ മറ്റേതിനെ അപേക്ഷിച്ച് ഒരു ശകലം മെജോറിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിനകത്തുള്ളൊരു ഗുണമായിട്ട് നമുക്ക് പറയാവുന്നൊരു സംഭവം. പക്ഷേ എഫിഷ്യൻസി ശരിക്കും 24 തന്നെ ടോപ്പ് കോണിനും HJTക്കും ശരിക്കും ഉള്ളൂ. ഏകദേശം അത്രയൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം റെസെൻറ്റ് കണ്ടീഷൻ നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായി. അതായത് ടോപ്പ് കോണും HJTയും തമ്മിലിപ്പം നമ്മൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ടോപ്പ് കോണാണ്. തൊട്ട് മുന്നിലേക്ക് HJT വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും ഈ HJT കഴിഞ്ഞ ശേഷം അടുത്ത ഒരു ടെക്നോളജിയോട് വളരാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്ത് അവർ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ ഈ എഫിഷ്യൻസി കുറഞ്ഞു വന്നതിൻ്റെ പ്രധാന കാര്യം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ
ഫിംഗേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവം. അതായത് നമ്മളൊരു സോളാർ പാനൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ആ പാനലിൻ്റെ ഫ്രണ്ടിൽ നിറയെ കുറേ കമ്പികൾ കാണാം, ചെറിയ ചെറിയ കമ്പികൾ. അതുപോലെ തന്നെ മാസ്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ സിൽവറിൻ്റെ ചെറിയ ലൈൻ പോലെയുള്ള സംഭവം വെച്ചിട്ട് ഫിംഗറുകൾ അതിനകത്ത് ചെറുതായിട്ട് മാസ്ക് ചെയ്തിട്ട്, അതായത് ഈ സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കറണ്ട് ഉണ്ടല്ലോ അതിനെ നമുക്ക് ഒന്ന് ഒരേ സ്ഥലത്തേക്ക് ഒന്ന് ആക്കി കൊണ്ടുവന്ന് നമുക്ക് ഒരു കേബിളിലോട്ട് എത്തിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാസ്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ നെറ്റ് പോലെ കിടക്കുന്ന സംഭവം. അപ്പോൾ പ്രകാശം ഈ പാനലിലോട്ട് വന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാസ്കിങ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഫിംഗേഴ്സും അതേപോലെ തന്നെയുള്ള ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ കണക്ടറുകളും അതുപോലെ തന്നെ ബസ് ബാർ എന്ന് പറഞ്ഞ സംഭവങ്ങളും ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് അതിലെല്ലാം വന്ന് പ്രകാശം തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ശതമാനം ഒരു 5% ഒക്കെ ഭാഗത്തേക്ക് വന്നടിക്കുന്ന പ്രകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പം അത് ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും കൂടി എഫിഷ്യൻസി നമുക്ക് ഇതിനെ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഫ്രണ്ടിൽ നിന്ന് ഒഴിവാക്കി ബാക്ക് സൈഡിൽ മാത്രമാക്കൊണ്ടുള്ള ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫിംഗറുകളോ അല്ലെങ്കിൽ ഒരു മാസ്കിങ്ങോ ഒരു സംഭവങ്ങളോ ഒന്നും ഫ്രണ്ടിൽ ഉണ്ടാവില്ല. ഫ്രണ്ട് പക്ക ശരിക്കും ഈ സിലിക്കോൺ മാത്രമായിട്ടായിരിക്കും അത് ഇരിക്കുന്നത് കണ്ടാൽ. അങ്ങനെ ഉണ്ടാക്കുന്ന പാനലുകൾക്ക് ഇൻ്റർഗ്രേറ്റഡ് ബാക്ക് കോൺടാക്ട് സെൽ, അതായത് IBC എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള സെല്ലുകൾക്ക് ഒരു 25%, അതായത് മറ്റതിനെ അപേക്ഷിച്ച് 1-2% കൂടി എഫിഷ്യൻസി അതിൻ്റെ പെർസെൻറ്റേജിനകത്ത് കൂടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ IBC എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മുടെ പാനലുകളുടെ ഫ്രണ്ടിലുള്ള എല്ലാ ഫിംഗേഴ്സും അതിൻ്റെ ആ എല്ലാ കണക്ടറുകളും കാര്യങ്ങളും മുഴുവനും ആ മാസ്കിങ്ങും എല്ലാം മാറ്റിക്കൊണ്ട് നല്ല ക്ലീൻ ആയിട്ട് സംഭവം സെറ്റായി വരുന്ന ഒരു ടെക്നോളജിയാണ് ഈ IBC ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് നമുക്ക് 25% എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് മറ്റതിനെ അപേക്ഷിച്ച് 1%, 1.5%, മാക്സിമം 2% ഒക്കെ നമുക്ക് കൂടുതൽ എഫിഷ്യൻസി കിട്ടും. കാരണം അതിൻ്റെ ആ ഫ്രണ്ടിലുള്ള എല്ലാ മറവും മാറി അത് നല്ല ക്ലീനായിട്ട് അതിലേക്ക് ഡയറക്റ്റായിട്ട് പ്രകാശം അടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ടെക്നോളജിനെ, അതായത് ഈ IBCനെ അതുപോലെ നമ്മുടെ HJT എന്ന് പറഞ്ഞ പാനലിൻ്റെ ആ ടെക്നോളജി രണ്ടെണ്ണം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഹൈബ്രിഡ് ടെക്നോളജി ആയിട്ട് ഇറക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും HBC ടെക്നോളജി എന്ന് പറയും. അതായത് ഇനി നമുക്ക് ഭാവിയിലേക്ക് വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ HBC എന്ന് പറയുന്നത്. അതായത് IBC എന്ന് പറയുമ്പോൾ ഒരു പാനലല്ല, അല്ലെങ്കിൽ അതൊരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് IBC. അതായത് ഫ്രണ്ടിൽ നിന്നുള്ള എല്ലാ ഫിംഗേഴ്സുകളെയും കാര്യങ്ങളെല്ലാം ഒഴിവാക്കൊണ്ടുള്ള ബാക്ക് സൈഡിൽ മാത്രം പിടിപ്പിക്കുന്ന ടെക്നോളജിയാണ് ഈ IBC എന്ന് പറയുന്നത്. ആ സംഭവത്തിന് നമ്മൾ ഈ HBC എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ HJT പാനലുകളിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാനലുകളാണ് ഈ HBC പാനലുകൾ എന്ന് പറയുന്ന സംഭവം. അതിനൊരു 26-27 മുതൽ ഒരു പക്ഷേ 28% വരെ നമുക്ക് എഫിഷ്യൻസി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണിത്. അത് ഭാവിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് HBC എന്നുള്ള ടെക്നോളജി. അതൊരു 2035 ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിലേക്ക് സംഭവം വരാനായിട്ടാണ് സാധ്യതയുള്ളത്. ഈ HBC ടെക്നോളജിക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ ബാക്കി ഏത് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും അവനെയൊക്കെ കവർ ചെയ്യാനുള്ളൊരു ടെക്നിക്ക് ഇതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ശരിക്കും ഈ HJT പാനലുകൾ എന്ന് പറയുമ്പോൾ സിലിക്കോൺ ബേസ്ഡ് തന്നെയാണ്. അതായത് സിലിക്കോൺ എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, മണലിൽ നിന്ന് എടുക്കുന്നതാണ്. അത് നമ്മൾ എത്ര എടുത്തെന്ന് പറഞ്ഞാലും തീർന്നു പോയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു വലിയൊരു ഗുണം. അതുപോലെ തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ സോളാർ പാനലുകൾ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടോപ്കോണോ പെർക്കോ ഏതാണ് ഇതെല്ലാം സിലിക്കോൺ ഉപയോഗിച്ചുണ്ടാക്കി. സിലിക്കോൺ പാനലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് മണലിൽ നിന്ന് എടുക്കുന്നതായതുകൊണ്ട് ഇത് എത്ര കാലം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ നശിച്ചു പോകത്തില്ല. 10, 30, 40, 50 വർഷം വരെയും ഇത് ഒരു പ്രശ്നമില്ലാതെ ഇപ്പോൾ വർക്ക് ചെയ്യും. അതാണ് ഈ പറയുന്ന ഈ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള സോളാർ പാനലുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ടോപ്പായിട്ട് നമുക്ക് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന സംഭവമാണ് ഈ പറയുന്ന ഈ HBC പാനലുകൾ എന്ന് പറയുന്ന സംഭവം. ഒരു 2035 ആകുമ്പോൾ ഇഷ്ടം പോലെ വളരെ ചെറിയ റേറ്റിലേക്കൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഇത് പ്രൊഡക്ഷനിലേക്ക് എത്തി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് പതുക്കെ ഞാൻ പറഞ്ഞു പതുക്കെ ഗ്രാജുവലായിട്ട് പതുക്കെ ഇത് വികസിച്ച് പോകത്തുള്ളൂ. പെട്ടെന്ന് ഒറ്റയടിക്ക് ഒന്നും വരത്തില്ല. ഇനി ഇതിപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് എഫിഷ്യൻസി പെട്ടെന്ന് എടുത്തിയാടി ഒറ്റയടിക്കും കൂടുതലേന്ന് ഗ്രാജുവലായിട്ട് കുറേശ്ശെയായിട്ട് കൂട്ടിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ ഈ HBC ഏകദേശം 2035 ആ ഒരു കാലഘട്ടത്തോടുകൂടിയൊക്കെ നല്ല രീതിയിലേക്ക് വരാനായിട്ടുള്ളതാണ് ചാൻസ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് കാരണം എൻ്റെ ഒരു കണക്കൂട്ടിൽ എനിക്ക് മൊത്തത്തിൽ ഞാനൊരു അവലോകനം നടത്തി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിപ്പം കൃത്യം 100% അത് തന്നെ ആയിരിക്കും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ HBC ടെക്നോളജി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലേ അതിലെല്ലാം നിന്ന് പോകുമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ കഴിഞ്ഞും പുതിയ ടെക്നോളജി ഉണ്ട്, അതിനെ കഴിഞ്ഞും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ടെക്നോളജി ഉണ്ട്. അതാണ് പെറോസ്കൈറ്റ് ടെക്നോളജി എന്ന് പറയും. ഈ പെറോസ്കൈറ്റ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്ന സംഭവം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ അത് സംഭവം നിർമ്മാണത്തിലൊക്കെയാണ്, സംഭവം നിർമ്മിക്കുന്നൊക്കെയാണെങ്കിലും അതിനുള്ളൊരു പ്രശ്നം വെച്ചാൽ ഈ നമ്മുടെ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ അതിന് 10-50 വർഷം വരെയൊക്കെ നിലനിൽക്കാനായിട്ട് പറ്റുന്ന അത്രയും ഡ്യൂറബിലിറ്റി ഉണ്ട്. പക്ഷേ മറ്റതിന് ഈ പെറോസ്കൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് ഡ്യൂറബിലിറ്റി കുറവാണെന്ന് പറയുന്നത്. ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്കും അത് നഷ്ടപ്പെട്ടു പോകാൻ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അകത്തുള്ള വ്യത്യാസം കൊണ്ടാണ്.
അപ്പോൾ നമുക്ക് വരുമോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് പെറോസ്കൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിനുള്ളൊരു ഗുണം അതായത് 35% എഫിഷ്യൻസിയാണ്. അതായത് നമ്മുടെ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഹ്യൂജായിട്ടുള്ള വളരെ വലിയ ഒരു എഫിഷ്യൻസിയിൽ നമുക്ക് വളരെയധികം കൂടുതൽ വരുന്നുണ്ട് ഈ പെറോസ്കൈറ്റിന്. പക്ഷേ ഉള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്കും നശിച്ചു പോകും. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താനായിട്ട് നമ്മളിപ്പം ഒത്തിരി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമൊക്കെ. ഇപ്പം അത് വന്നതെന്നുള്ളൊരു ഗുണം വെച്ചാൽ നമുക്ക് പെയിൻറ്റ് പോലെ വളരെ കനം കുറവാണ്, ഇത് വളയുന്നതിനൊന്നും പ്രശ്നമില്ല. മാത്രമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വളരെ വെയിറ്റ് കുറവാണ്, അങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട്. ഈ ഒറ്റ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിന് ഒത്തിരി കാലത്തേക്ക് നിലനിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു പോയി നശിച്ചു പോകുന്ന ഒരു പ്രശ്നം ഇതിന് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു. പിന്നെ എന്തൊരു സാധനമാണ് നമുക്ക് ഒരുപാട് കുറേ നാളുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് ഇത് എത്ര കാലം നിൽക്കുമെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു സോളാർ പാനൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പുതിയ ഒരെണ്ണം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഇതിന് 100 വർഷം കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. അത് 100 വർഷം കഴിഞ്ഞാൽ മാത്രമേ 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാബിലൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനും പല കണ്ടീഷനുകളിലും പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടൊക്കെ നമ്മളിപ്പം കുറച്ചൊക്കെ ഇതിൻ്റെ അകത്തെ കാലഘട്ടങ്ങളെപ്പറ്റിയും എത്ര കാലം നിൽക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് 100% ഉറപ്പിക്കണമെങ്കിൽ അത്രയും കാലം കഴിഞ്ഞ് തന്നെ പോയെങ്കിലേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ശരിക്കും 100% സത്യം. അപ്പോൾ ഈ പെറോസ്കൈറ്റും നമ്മുടെ സിലിക്കോണും ഒക്കെ ആയിട്ട് ചേർത്തുകൊണ്ടിട്ടുള്ള പുതിയ ടെക്നോളജികളെ പറ്റിയും ഒക്കെ സയൻറ്റിസ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ വന്നാലും നമുക്കൊരു 2050 അത് വളരെ ഹൈ ആയിട്ട് ഹ്യൂജായിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ പറ്റുന്നൊരു സംഭവത്തിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് വരുവാണെങ്കിൽ 38-40% വരെയും എഫിഷ്യൻസി അതിനകത്ത് വരാനായിട്ടുള്ള സാധ്യതകളൊക്കെയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ തമ്പനയിലിൻ്റെ അകത്ത് 50% എഫിഷ്യൻസി നമുക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു പാനൽ ഇല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പാനൽ ഉണ്ട് ശരിക്കും. പക്ഷേ അതിനുള്ളൊരു പ്രശ്നം, അതായത് ആ പാനലാണ് നമ്മൾ ഈ മൾട്ടി ജംഗ്ഷൻ പാനലുകൾ, അതായത് 3-5 എന്നൊക്കെ പറഞ്ഞു വരുന്ന പാനലുകൾ. ആ സംഭവം നമുക്ക് ഈ കടകളിലെ സാധനങ്ങൾ നമുക്ക് സാധാരണ മനുഷ്യർക്ക് നമുക്ക് വാങ്ങിക്കാനായിട്ട് നിലവിൽ അവൈലബിൾ അല്ല നമ്മുടെ ഇന്ത്യയിലൊന്നും. ആ സംഭവത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥലം അത് കുറേ അതായത് ഈ 3-5 എന്ന് പറയുന്നത് തന്നെ 7 തരത്തിലുള്ള കുറേ കെമിക്കൽ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിനൊക്കെ ദോഷമുള്ളതും അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സാധനം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിന് നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഇത് വിഷം പോലെയുള്ള സംഭവം നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഭൂമിയിലിട്ടാലും ഒക്കെ പ്രശ്നമുള്ള പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് എഫിഷ്യൻസി മാത്രം കൂട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രം കൊണ്ട് നിർമ്മിക്കുന്ന പാനലുകളാണ് ഈ 3-5 എന്നൊക്കെ പറയുന്ന പാനലുകൾ. അത് ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റലൈറ്റുകളിൽ അതിന് നമുക്ക് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി വേണം, അല്ലാതെ അത് പറ്റത്തില്ല. മാത്രമല്ല അത് മുകളിലേക്ക് വിടുകയാണല്ലോ. പിന്നെ ഇതിൻ്റെ റേറ്റൊന്നും അതിനൊരു വിഷയമല്ല. അതായത് ഈ 3-5 എന്ന് പറഞ്ഞ ഈ പാനൽ നമ്മൾ വാങ്ങിക്കണമെങ്കിൽ അതിന് ഭയങ്കര കോസ്റ്റ്, ഭയങ്കര വിലയാണ് അതിന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഒരു സോളാർ പാനൽ മേടിക്കാൻ നമ്മളൊരു 10,000 രൂപ മുടക്കി നമ്മൾ മേടിക്കുമ്പോൾ ടോപ്പ് കോണിൻ്റെ ഒക്കെ ഒരു പാനൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഈ 3-5ൻ്റെ ഒരു പാനൽ അതേ ഒരു വലിപ്പത്തിലല്ലേ അങ്ങനെയുള്ള ഒരു പാനൽ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ 3 ലക്ഷം 5 ലക്ഷം അത്രയൊക്കെ പൈസയാവും. അപ്പോൾ അതിൻ്റെ വിലയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് സംഭവം വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലാണ് നമുക്ക് ISROയ്ക്കും ഒക്കെ ഇതിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി നിർമ്മിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആവശ്യങ്ങൾക്കും ഇങ്ങനെയുള്ള ഈ ഭയങ്കര ഹൈ എഫിഷ്യൻസി ഉള്ള പാനലുകൾ ആവശ്യമുണ്ട്. പക്ഷേ അത് നമ്മളിവിടെ തന്നെ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നൊന്നുമില്ല. നമ്മളിതിപ്പം അതിൻ്റെയൊക്കെ പരീക്ഷണഘട്ടത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഇതൊക്കെ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ സാറ്റലൈറ്റുകളിലും കാര്യങ്ങളിലും ഒക്കെ ഈ പറയുന്ന ഈ പാനലുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാണ് നമുക്ക് ഈ 50% എഫിഷ്യൻസി കിട്ടുന്നത്. ഇത് ഒരിക്കലും നമ്മുടെ വീടുകളിലേക്ക് റൂഫ് ടോപ്പായിട്ടൊന്നും വരത്തില്ല. അപ്പോൾ 50% എഫിഷ്യൻസി ഉള്ള പാനലുകൾ വരും എന്ന് വിചാരിച്ചാലും ഇപ്പോഴത്തെ 25% എഫിഷ്യൻസിയുള്ള ഈ പാനലുകൾ വാങ്ങിക്കാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് 5-10 വർഷം കൊണ്ട് മാത്രമേ നമുക്കിത് ഒരു 35%-ലേക്കൊക്കെ എത്താനായിട്ടുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ 25% ഉള്ള ഒരു പാനൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കോണിൻ്റെയാണ് ഈ പാനൽ. ഇത് ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. കാരണം 10 വർഷക്കാലത്തേക്ക് 100% ഇതിനപ്പുറത്തേക്കുള്ള ഒരു സംഭവം പുതിയത് ഒത്തിരി ഹൈ ആയിട്ട് 50%-ലേക്കുള്ളൊന്നും വരത്തില്ല എന്നുള്ള ഉറപ്പാണ് ഇതിനകത്ത്. സാധ്യത വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഇത് ഇത്രയും കാലഘട്ടം നമുക്ക് ഉപയോഗിക്കേണ്ടി പറ്റും. നമ്മളിത് വെറുതെ നാളെ അടുത്ത വലിയ ടെക്നോളജി വരും, എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടുമെന്ന് വിചാരിച്ചിരിക്കുന്നതിനകത്ത് വലിയ ഒരു കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പാനൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടോപ്പ് കോണോ അതുപോലെ HATയോ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് മേടിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഒരു നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിലുള്ളതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഈ പെറോസ്കൈറ്റിനൊന്നും വേണ്ടി ഇപ്പം വെയിറ്റ് ചെയ്യേണ്ട. അത് 2035 ആകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അതിൻ്റെ തന്നെ ടെക്നോളജി ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കമ്പി വിലകളൊക്കെ പോലുള്ള സംഭവമാണ്, കണക്ടറൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവനും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ അടിക്കും ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വരണമെങ്കിൽ നല്ല ഒരു ടൈം എടുക്കും. പെട്ടെന്നൊന്നും അങ്ങനെ സെറ്റപ്പായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് അതിൻ്റെ കറണ്ട് കടന്നു പോകുന്ന കണക്ഷൻ മുഴുവനും നമുക്ക് പ്രകാശം കടത്തിവിടുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ടെക്നോളജിയൊക്കെയാണ് ഇപ്പം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സമയമെടുക്കും. മാത്രമല്ല അതൊക്കെ വികസിപ്പിച്ച്
ഉപയോഗിച്ച് എല്ലാം പെർഫെക്റ്റായിട്ട് ഓടി എല്ലാം ഓക്കെ ആയാൽ പോലും പിന്നീട് അത് ഹ്യൂജായിട്ട് നമ്മളിത് നിർമ്മിക്കണമെങ്കിൽ ഫാക്ടറികളൊക്കെ അതിൻ്റെ അത് ഉണ്ടാക്കണം. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വർഷങ്ങൾ നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ സ്പീഡായിട്ടൊന്നും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മാത്രമല്ല കുറച്ചൊന്നും ഉണ്ടാക്കിയാൽ പോലല്ലോ, കുറേ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കിയാലേ എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഏത് ടെക്നോളജി വന്നു പറഞ്ഞാലും അത് പെട്ടെന്നൊന്നും വരത്തില്ല. ഇപ്പോൾ നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഒരു ആപ്പിൾ ഒരു പുതിയ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കുന്ന കണക്കല്ല ഇത്. അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മെഷീനറികളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പടപടവെന്നത് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. പുതിയ ടെക്നോളജി ഇന്നത്തേതല്ല നാളെ വരുന്നത്, പെട്ടെന്ന് അത് വളരെ ഹൈ ആയിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതങ്ങനെയുള്ള ഒരു ടെക്നോളജി അല്ല, ശരിക്കും ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട ടെക്നോളജി ഒന്നും അല്ല ഇത് നമുക്കിതിന് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും കാണേണ്ടത്. ചിപ്പുകൾ IC-കൾക്കകത്തും വരുന്ന ഡെവലപ്മെൻറ്റ് അത്രയും സ്പീഡപ്പായിട്ട് ഡെവലപ്മെൻറ്റ് ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മെറ്റീരിയൽസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. പിന്നെ 100% ഒന്നും സംഭവിക്കില്ല എന്ന് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഒരു പെർസെൻറ്റേജ് ഒരു ചെറിയ സാധ്യത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു എടുത്തിയായിട്ട് ഉണ്ടാകും, പ്രത്യേകം എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം സ്പെഷ്യലായിട്ട് പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത നമുക്ക് 100% തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിലും 99% അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാനലുകൾ എടുക്കാം, യൂസ് ചെയ്യാം. കൂടുതൽ സോളാറിൻ്റെ കാര്യങ്ങൾ നാട്ടിൽ വളർന്നു വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാവർക്കും ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്കെല്ലാം ഒന്ന് അയച്ചു കൊടുക്കുക. അവരെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. സോളാർ എടുക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഈ പുതിയ ടെക്നോളജി വരുമോ എന്നോർത്ത് പേടിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.